നമസ്കാരം. പന്തളത്ത് നടന്ന എഐവൈഎഫ് പത്തനംതിട്ട ജില്ലാ ശില്പശാലയിൽ പിണറായി വിജയനെതിരെ തുറന്ന വിമർശനം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പ്രധാന കാരണം രക്ഷാപ്രവർത്തനമാണ് എന്നാണ് CPI യുവജന സംഘടനയുടെ വിലയിരുത്തൽ. രക്ഷാപ്രവർത്തനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും അവതരിപ്പിക്കുന്നത് അഭിമാനത്തോടെയാണ്. എന്നാൽ ഇടതുപക്ഷത്തെ CPI യുവജന സംഘടന മുഖ്യന്റെ ഈ വാദത്തെ തള്ളുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പ്രധാന കാരണമായി ഇപ്പോഴും AIYF വിലയിരുത്തുന്നത് ആ രക്ഷാപ്രവർത്തനത്തെ തന്നെയാണ്. ജനകീയ സർക്കാരിന് ചേർന്നതായിരുന്നില്ല ആ നടപടിയെന്ന് AISF ചൂണ്ടിക്കാണിക്കുന്നു. നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധക്കാരെ പോലീസിനെയും ഗൺമാന്മാരെയും പാർട്ടി പ്രവർത്തകരെയും ഉപയോഗിച്ച് ആക്രമിക്കുകയും പ്രവർത്തകരുടെ നിയമം കയ്യിലെടുക്കലിന് രക്ഷാപ്രവർത്തനമെന്ന ന്യായീകരണം പടച്ചുവിടുകയും ചെയ്തത് ജനകീയ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചുവെന്ന് AIYF വിലയിരുത്തി. മുഖ്യമന്ത്രിയുടെ വകയായിരുന്നു വിചിത്രമായ ആ വിശദീകരണം. ലോക്സഭയിലെ തോൽവിക്ക് ശേഷവും അത് തന്നെ മുഖ്യൻ ആവർത്തിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് AIYF പത്തനംതിട്ടയിൽ ഉയർന്നത്. നവകേരള സദസ്സ് പൂർണ്ണമായും ഇടതുപക്ഷ സ്വഭാവത്തിൽ ഊന്നിയുള്ളതായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളിലും പെരുമാറ്റങ്ങളിലുമുള്ള ചില ഏകാധിപത്യ നീക്കങ്ങളും ധാർഷ്ട്യവും ജനങ്ങൾക്കിടയിൽ ഇടതുവിരുദ്ധ വികാരം വലിയ രീതിയിൽ തന്നെ ആളിക്കത്തിച്ചു. CPI മന്ത്രിയുടെ സപ്ലൈകോയിലെ പ്രതിസന്ധിക്കും വിമർശനമുണ്ട്. സപ്ലൈകോ പ്രതിസന്ധി, KSRTC ജീവനക്കാരുടെ ശമ്പള കാര്യത്തിൽ കാണിച്ച അലംഭാവം, പട്ടികജാതി വിദ്യാർത്ഥികളുടെ സ്റ്റൈഫൻ മുടങ്ങൽ എന്നിവ ഇടതുപക്ഷ മനസ്സുള്ളവരിൽ പോലും സർക്കാർ വിരുദ്ധ വികാരം സൃഷ്ടിച്ചു. പൗരാവകാശങ്ങൾക്കുമേൽ സ്വേച്ഛാധികാരം പ്രയോഗിക്കാനുള്ള സംഘമാക്കി പോലീസിനെ ദുരുപയോഗം ചെയ്യുന്നത് ആശങ്കയാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്കിടയാക്കിയ ഘടകങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷം ആഴത്തിലുള്ള പരിശോധനകളും വിലയിരുത്തലുകളും നടത്തണമെന്നും ജില്ലാ ശില്പശാലയിൽ ആവശ്യമുയർന്നു. AIYFന്റെ സംസ്ഥാന നേതാക്കളും ഇതേ അഭിപ്രായം തന്നെയാണ് ഉയർത്തിയത്. സമാന വിമർശനം CPIയുടെ യോഗങ്ങളിലും ഉയർന്നു വന്നു.